നഷ്ടകാലമാണെന്ന് തോന്നുന്നു. ഇന്നലെ കഴിഞ്ഞ ഏപ്രിലിൽ ഒന്ന് ഞാൻ ഉരുണ്ട് വീണു. എന്നിട്ട് നടുവിന് കുറച്ച് ദിവസം വേദന ഉണ്ടായിരുന്നു, ബാക്ക് നടുവിനും. അതൊന്ന് മാറി വന്നതായിരുന്നു. അത് മാറി 1 മാസം കഴിഞ്ഞത് മാറിയായിരുന്നു. വീണ്ടും ഇപ്പം ഇന്നലെ മണ്ണേക്കുന്ന് പള്ളിയിലൊരു കല്യാണത്തിന് പോയത്. അവിടെ പോയപ്പോൾ അവിടെ ആ ഒരു ഇച്ചിരി കട്ടിങ് ഉണ്ടായിരുന്നു, ഒരു ടൈൽസ് ഇട്ടേക്കണ ഏരിയ ആയിരുന്നു. മഴ പെയ്യുണ്ടായിരുന്നു. ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, വേറെ വർത്തമാനം പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി, ശ്രദ്ധിച്ചില്ല. പക്ഷെ കാലിന് നല്ല സ്ട്രോങ് ആയിട്ട് നൈക്കിൻ്റെ ചെരുപ്പായിരുന്നു. അത് നൈക്കിൻ്റെ റണ്ണിങ് ഷൂ ആണ്, ഭയങ്കര ഗ്രിപ്പറായി അതിൻ്റെ അടിയിലുള്ള. എന്നിട്ടും സ്ലിപ്പായി, അവിടെ സ്ലിപ്പ് ചെയ്ത് വീണു, 2 കാലും സ്ലിപ്പായി. നല്ല കട്ടിങ് ആയിരുന്നു കേട്ടോ. ഒരു ടൈൽസ് ഇട്ടാണെങ്കിലും ടൈൽസ് ഇങ്ങനെ കട്ടിങ്ങിലിട്ടായിരുന്നു. അത് ഇറങ്ങിയപ്പോൾ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു നമ്മൾ. അപ്പം അന്ന് എനിക്ക് അവിടെ പിന്നെ ആസ്റ്റർ മെഡ് സിറ്റി പോയി മറ്റേ ഇവൻ്റെ അടുത്ത് നിന്ന് ബിരിയാണി കഴിച്ചതിന് ശേഷം ഒരു സൈഡിൽ ബാക്കിൽ ഇഷ്യൂ ആയിരുന്നു. ഇപ്പം മറു സൈഡിലുമായി. വീഴ്ചയോടുകൂടി 2 സൈഡിൽ ഇപ്പോൾ ബാലൻസ്ഡായി. ആസ്റ്റർ മെഡ് സിറ്റി പോയിട്ട് അവൻ്റെ സ്ഥലത്തിൻ്റെ പേരിന് പാരഗൺ റെസ്റ്റോറൻറ്റ് ചിക്കൻ ബിരിയാണി കഴിച്ചാലും 3 തവണ അതിന് മുമ്പ് കഴിച്ചു. അപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അന്നപ്പോഴത്തേക്കും കൊട്ടേഷൻകാരെത്തിയെന്ന് തോന്നുന്നു. ഡി കമ്പനിയും കൊട്ടേഷൻ ഈ 2 തവണ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഡി കമ്പനിയും കൊട്ടേഷൻ അവിടെ എത്തും. അവരുടെ വെയിറ്ററും ആളും ഒക്കെ ആയിട്ട് എത്തും. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഒരു തവണ കൂടുതൽ പോകാൻ പറ്റില്ലാത്ത സിറ്റുവേഷൻ എനിക്ക്. 2 തവണ സെയിം റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ അവൻ്റെ ആളുകൾ എത്തും അവിടെ. അവിടെ ഇപ്പം 3 തവണ പോയി, 3 തവണ പ്രശ്നമുണ്ടായി. 4ാമത്തെ തവണ അവൻ്റെ ആളെത്തി. ദുബായിൽ വെച്ച് ഇതുപോലെ തന്നെ, അബുദാബിയിൽ വെച്ച് ഇതുപോലെ 2 തവണ നമുക്ക് അവന്മാരെ ഏതാണ്ട് പോയിസൺ റെസ്റ്റോറൻറ്റ് ഫുഡിൽ കലക്കി കൊടുത്തു. അത് മറ്റേ ഫുഡ് വഴിയാണോ തന്നെ, അത് നമ്മൾ കുടിക്കുന്ന ഡ്രിങ്കിങ് വാട്ടർ വഴിയാണോ തന്നെ എന്നറിയില്ല. ഞാൻ അതുകൊണ്ട് റെസ്റ്റോറൻറ്റ് ഫുഡ് ദുബായ് അബുദാബിയിലെ സംഭവത്തിന് ശേഷം 2007 മുതൽ ഇങ്ങോട്ട് വളരെ അപൂർവമായിട്ട് പോകാറുണ്ടായിരുന്നു. മോളിപ്പോൾ ഈ ഇത് തുടങ്ങിയ പിന്നെയാണ് എന്നെ ഈ സ്വിഗ്ഗി സൊമാറ്റോ തുടങ്ങിയ പിന്നെ, മറ്റത് അങ്ങനെ മേടിക്കാറുണ്ടായിരുന്നില്ല. യുവമാരുടെ പ്രശ്നം കാരണം മേടിക്കൽ കുറവായിരുന്നു. കാരണം യുവമാർ എത്തും എവിടെ നിന്നെങ്കിലും. ഇന്നലത്തെ വീഴ്ചയിൽ ബാക്കിൽ പെയിൻ മാത്രമല്ല, കൈ കുത്തിയ വീണ്. അപ്പം കുഴയിലും റൈറ്റ് സൈഡ് കുഴയിലും നല്ല പെയിനാണ്, ജോയിൻ്റില്ല. അന്ന് വീണപ്പോഴും കുഴയിൽ പെയിൻ ഉണ്ടായിരുന്നു. അന്നും റൈറ്റിലെ കുഴ കുത്തിയായിരുന്നു. പണ്ട് ഞാൻ വെള്ളം നനച്ച് ഏപ്രിലിൽ ജാതി നനയ്ക്കുന്ന സമയത്ത് സ്ലിപ്പ് ചെയ്ത് വീണപ്പോൾ അന്നും ബാക്കിലേക്ക് വീണപ്പോൾ ഒരു റൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് തോന്നുന്നു റൈറ്റ് ഹാൻഡർ ആയതുകൊണ്ടാണ് റൈറ്റ് സൈഡാണ് എപ്പോഴും കുത്തണത്. അന്നും കുഴയ്ക്ക് പെയിൻ ഉണ്ടായിരുന്നു, ഇന്നും കുഴയ്ക്ക് പെയിനും ബാക്കിൽ മൊത്തത്തിൽ പെയിനുമായി. പിന്നെ ഒരു സൈഡ് പെയിൻ നേരത്തെ ഉണ്ടായിരുന്നു. അവന്മാരുടെ കയ്യിൽ നിന്ന് ബിരിയാണി കഴിച്ച് 2 ആഴ്ചയായിട്ട് പെയിൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 സൈഡിലായി. ഞാനിപ്പോൾ അത് എക്സസൈസ് ചെയ്യണ്ടേ, 10 മിനിറ്റ് 20 മിനിറ്റ് ഡെയിലി ചെയ്യേണ്ട. അപ്പോൾ കുറയുമെന്നറിയാൻ വേണ്ടി ജോഗിങ് ഇല്ല, റൂമിൻ്റെ അകത്ത് നിന്നുള്ള ജോഗിങ് 20 മിനിറ്റ് ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തു. വൈകുന്നേരം കുളിക്കണതിന് മുമ്പ് 20 മിനിറ്റ് ഒന്ന് ജോഗ് ചെയ്ത് നോക്കണ്ട. ഇത് ബെറ്റർ ആവുമെന്നറിയാം. പണ്ട് ചെയ്യാറുണ്ടായിരുന്നു, 1/2 മണിക്കൂർ ചെയ്യാറുണ്ട്. ഇപ്പോൾ 1/2 മണിക്കൂറും ചെയ്യാനുള്ള ആരോഗ്യമില്ല, പ്രായമായില്ലേ. 20 മിനിറ്റിലേക്ക് കുറച്ചു. അത് പണ്ട് 1/2 മണിക്കൂർ ജോഗ് ചെയ്യാറുണ്ട് പണ്ടൊക്കെ. എപ്പോഴും ഇല്ല, നമുക്കങ്ങനെ തോന്നുമ്പോൾ. മുറിക്കകത്തിരുന്നുകൊണ്ട് തന്നെ കേട്ടോ ജോഗ് ചെയ്യുന്നത്, പുറത്തേക്ക് ഇറങ്ങിയൊന്നുമില്ല. ആ ടൈം റെഡ്യൂസ് ചെയ്തിട്ട് 20 മിനിറ്റായി കുറച്ച്. 20 മിനിറ്റ് ആകുമ്പോൾ
10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കുളിച്ചേച്ച് വരുമ്പോൾ 30-35 കുളി കഴിഞ്ഞ് വീട്ടിൽ പുറത്തിറങ്ങാം. ഇത് ജോഗ് ചെയ്താൽ ഒരു 10 മിനിറ്റ് കൂൾ ഓഫ് ടൈം കൊടുക്കണം, അത് കഴിഞ്ഞിട്ടേ കുളിക്കാൻ പറ്റുള്ളൂ. ഏതായാലും ഒരു ബിരിയാണി കഴിച്ചാൽ പിന്നെ അതിൻ്റെ പുറകെ 2 ആഴ്ച നമ്മൾ വേറെ കാര്യങ്ങൾക്ക് പോകണം എന്നുള്ളത് പുതിയ അറിവാണ്. ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചാൽ അത്രയ്ക്ക് ചിക്കൻ ബിരിയാണിക്കൊക്കെ എന്താ ഇത്, അത് പാരഗണിലെ ചിക്കൻ ബിരിയാണി.